നിക്കിയ വിശ്വാസ പ്രമാണം നമ്മൾ അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പാപമോചനത്തിന് മാമോദിസ ഒന്ന് മാത്രം എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ പുനരുത്ഥാനത്തിനായി വരുവാനുള്ള ലോകത്തിലെ നിത്യജീവനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. We acknowledge one baptism for the forgiveness of sins. We look for the resurrection of the dead and the life of the world to come. Amen. അപ്പം നീസിൻ കോൺസ്റ്റാന്റിനോപ്പിൾ ക്രീഡ് അവസാനിക്കുമ്പോൾ മാമോദിസായെക്കുറിച്ച് അല്ലെങ്കിൽ സ്നാനത്തെക്കുറിച്ച് ഏറ്റുപറയുകയാണ്. അപ്പൊ അവിടെ ഒരു വ്യത്യാസം, പിതാവായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, പുത്രനായ ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, പരിശുദ്ധ റൂഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏകവും കാതോലികവും ശ്ലൈഹികവും വിശുദ്ധവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിസ്റ്റിയോ വിശ്വസിക്കുന്നു. പക്ഷേ മാമോദിസായുടെ കാര്യം വരുമ്പോൾ പാപമോചനത്തിനുള്ള മാമോദിസായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നല്ല പറയുന്നു. വിശ്വാസ പ്രമാണത്തിൽ പിതാവിൽ വിശ്വസിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധ റൂഹായിൽ വിശ്വസിക്കുന്നു, സഭയിൽ വിശ്വസിക്കുന്നു. പക്ഷേ മാമോദിസ വിശ്വസിക്കുന്നു, മാമോദിസായി ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നല്ല. അപ്പൊ ബാക്കി എല്ലാം പിസ്റ്റിയോ എന്നാണ് പറയുന്നത്. പിസ്റ്റിയോ വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ ഓമോലോഗിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അക്നോളജ് ചെയ്യുന്നു, തിരിച്ചറിയുന്നു, ഏറ്റുപറയുന്നു. അതുകൊണ്ടാണ് പാപമോചനത്തിനുള്ള മാമോദിസ ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെയല്ല വിശ്വാസ പ്രമാണത്തിൽ. പാപമോചനത്തിലുള്ള മാമോദിസ ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു, വിശ്വസിക്കുന്നു എന്നല്ല. പാപമോചനത്തിനുള്ള മാമോദിസ ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. വി അക്നോളേജ്. അതൊരു വലിയ അറിവാണ്. ഇപ്പം നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ കൺക്ലൂഷൻ ഒരു വലിയ ബോധ്യത്തിലേക്ക്, വലിയൊരു തിരിച്ചറിവിലേക്ക്, വലിയൊരു കൺതുറക്കലിലേക്ക് പോവാണ്. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പ് പിതാവ് നിയമിച്ച ആ പുത്രനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവായ പരിശുദ്ധ റൂഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസങ്ങൾ പറഞ്ഞതിന് ശേഷം, വിശ്വാസങ്ങളെ ഏറ്റുപറഞ്ഞതിന് ശേഷം നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യം, ഒരു വലിയൊരു കൺതുറക്കൽ, ഒരു ഗ്രേറ്റ് അക്നോളജ്മെന്റ്. ആ അക്നോളജ്മെന്റ് ആണ് വി അക്നോളജ് വൺ ബാപ്റ്റിസം. വി അക്നോളജ് വൺ ബാപ്റ്റിസം. ഒരു സഭയിൽ വിശ്വസിക്കുന്നില്ല. എന്താണ് വി അക്നോളജ് വൺ ബാപ്റ്റിസം? ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ തിരിച്ചറിയുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ ഗ്രഹിക്കുന്നു. ഒരു സ്നാനം, ഞങ്ങൾ ഗ്രഹിക്കുന്നു. അതാണ് ആ ഏറ്റുപറച്ചിൽ. ഈ സ്നാനം എന്ന് പറഞ്ഞാൽ സഭ കാതോലികമാണ്. കാതോലികം എന്ന് പറഞ്ഞാൽ അത് ജിയോഗ്രഫിക്കൽ അല്ല, ഭൂമിശാസ്ത്രപരമല്ല കാതോലികം. ഇപ്പൊ ഈ കാതോലികമായ സഭ എന്ന് പറയുമ്പോൾ സഭ അമേരിക്കയെ കാണണം, സഭ യൂറോപ്പിൽ കാണണം, സഭ ആഫ്രിക്കയെ കാണണം, അങ്ങനെയൊക്കെ ചെല്ലു പറയുന്നുണ്ട്. ആഫ്രിക്കയിലുള്ള, ചൈനയിലുള്ള,
അമേരിക്കയിലുള്ള അങ്ങനെ എല്ലായിടത്തും ഒക്കെ ഉള്ള സഭയാണ് കാതോലികം. കാതോലികം എന്ന സഭയ്ക്ക്, ആ കാതോലികം എന്ന വാക്കിന് ജിയോഗ്രഫിക്കൽ റീജിയനേക്കാൾ വലിയൊരർത്ഥമാണ് കാതോലികം എന്ന് പറയും. ഈ കാതോലികമായ സഭ ഇറ്റ് ട്രാൻസെൻഡ്സ് ഓൾ geographical boundaries, all geographical limitations and barriers. ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന എല്ലാ ഭിന്നതകളെയും, എല്ലാ അതിരുകളെയും, എല്ലാ വേർതിരിവുകളെയും അതിലംഘിക്കുന്നതാണ് കാതോലികമായ സഭ. ഈ കാതോലികമായിരിക്കുന്ന ഈ സഭയിലേക്കാണ് നമ്മൾ ബാപ്റ്റിസത്തിലൂടെ അംഗങ്ങളാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ വിശ്വാസ പ്രമാണം ക്ലോസ് ചെയ്യുമ്പോൾ പറയുന്നത് വി അക്നോളേജ് ഒമോലോഗിയ. അപ്പം വി അക്നോളേജ് വൺ ബാപ്റ്റിസം. ഞങ്ങൾ ഒരു സ്നാനത്തെ തിരിച്ചറിയുന്നു, ഞങ്ങൾ ആ ഒരു സ്നാനത്തെ മനസ്സിലാക്കുന്നു, ഞങ്ങളൊരു സ്നാനത്തെ മനസ്സിലാക്കുന്നു. ഈ കഴിഞ്ഞ വർഷം 2019 ഏകദേശം 2400 പെന്തക്കോസ്തുകാർ കത്തോലിക്ക സഭയിൽ ചേർന്നു. നോർത്ത് ഇന്ത്യയിൽ 2400 അറൌണ്ട് 2400 പീപ്പിൾ ഫ്രം പെന്തക്കോസ്റ്റൽ ചർച്ച് they joined to റോമൻ കാത്തലിക് ചർച്ച്. അപ്പൊ അങ്ങനെ ആ ചേരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റോമൻ കാത്തലിക് ചർച്ചിന്റെ ഒരു ബിഷപ്പ് എന്നോട് കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ എന്നോട് അവർക്ക് കൊടുക്കേണ്ട മാമോദിസയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ എന്നോട് അദ്ദേഹം ഇവർക്ക് കൊടുത്തിരിക്കുന്ന സ്നാനം എന്താണ്, അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ പെന്തക്കോസ്റ്റൽസ് ഗിവ് വാട്ടർ ബാപ്റ്റിസം ഇൻ ദ നെയിം ഓഫ് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അപ്പൊ ഏറിയ പങ്ക് പെന്തക്കോസ്റ്റിലും കൊടുക്കുന്ന സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. ചുരുക്കമായിട്ട് ചിലർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് സ്നാനപ്പെടുത്താറുണ്ട്. അപ്പൊ ഇവര് ഈ കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിക്കുമ്പോൾ വീണ്ടും സ്നാപനം കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചത്. 2 ദിവസം കഴിഞ്ഞ് എന്നെ അവർ അറിയിച്ചത് ഇവരെ വീണ്ടും സ്നാനപ്പെടുത്തേണ്ടതില്ല. കാരണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജലസ്നാനം സ്വീകരിച്ചവർക്ക് അത് ഏത് റിച്വൽ അനുസരിച്ച് സ്വീകരിച്ചാലും, എവിടെ സ്വീകരിച്ചാലും, ആര് സ്വീകരിച്ചാലും വി അക്നോളജ് വൺ ബാപ്റ്റിസം. അതുകൊണ്ട് അവർക്ക് സ്ഥൈര്യലേപനം കൊടുത്ത് കത്തോലിക്ക സഭയിലേക്ക് എടുക്കുകയായിരുന്നു. ഇതെനിക്ക് അവരെന്നോട് പറഞ്ഞാണ് അങ്ങനെയാണ്. വി അക്നോളജ് വൺ ബാപ്റ്റിസം, ഒരു സ്നാനം. യേശു കർത്താവ് യോർദാനിൽ സ്നാനപ്പെടാനായി ഇറങ്ങി നിൽക്കുകയാണ്. യേശു കർത്താവ് യോർദാനിൽ സ്നാനപ്പെടാൻ ഇറങ്ങി നിൽക്കുക. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ദേഹരൂപത്തിൽ അവന്റെ മേൽ വസിക്കുക. മനുഷ്യവർഗത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട ആത്മാവ് മടങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മനുഷ്യവർഗത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട ആത്മാവ് now in the river Jordan, Jesus Christ represents all humanity. മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും പ്രതിനിധിയായിട്ടാണ് യോർദാനിൽ യേശു കർത്താവ് നിൽക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ യേശു കർത്താവിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ മുഴുവൻ മനുഷ്യവർഗത്തിന്റെ മേലുമാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ട, മനുഷ്യവർഗത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട ആ ആത്മാവിന്റെ പുനരാവാസമാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ ക്രിസ്തുവിന്റെ യോർദാനിലെ സ്നാനത്തോട് നമ്മൾ ഏകീഭവിക്കുകയാണ്. മുഴുവൻ മനുഷ്യവർഗവുമാണ് സ്നാനപ്പെടുന്നത്, മുഴുവൻ മനുഷ്യവർഗവും. പിന്നീട് നമ്മൾ യേശു കർത്താവിന്റെ ലൈഫിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്,
ലൂക്കാസ് വിശേഷം 12-ാം അധ്യായം 49-ാമത്തെ വാക്യം. ലൂക്കാസ് വിശേഷം 12-ാം അധ്യായം 49-ാം വാക്യം. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്താണ് ഇച്ഛിക്കേണ്ടത്? യേശു കർത്താവ് തന്റെ മിഷനെ കുറിച്ച് പറയുകയാണ്. വാട്ട് വാസ് ഹിസ് മിഷൻ? യേശു കർത്താവ് പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ തീയിടുവാനാണ്. അത് നമ്മുടെ ഈ സഹോദരന്മാര് പറയുന്നത് പോലെ ഭൂമിയെ കത്തിച്ച് കളയാനോ ന്യായവിധി നടത്താനോ ഒന്നുമല്ല. നമ്മൾ ഇതേക്കുറിച്ചുള്ള യഹൂദന്മാരുടെ അണ്ടർസ്റ്റാൻഡിങ് വായിക്കണം. ജെറുസലേം തൽമൂദ് വായിക്കുമ്പോൾ തീ കൊണ്ടുള്ള സ്നാനം, ഈ കഴിഞ്ഞ വർഷമൊക്കെ കുറെ തർക്കങ്ങൾ നടന്നത്, ഞാൻ വീണ്ടും ആ ചർച്ച ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. യഹൂദന്മാരുടെ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ജെറുസലേം തൽമൂദിൽ കാണുന്നത് തീ കൊണ്ടുള്ള സ്നാനം അവർ പോസിറ്റീവായിട്ടാണ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ നമ്മുടെ കേരളത്തിൽ ചില ആളുകൾ പറയുന്നത് നെഗറ്റീവായിട്ട് കരിച്ചു കളയാനൊന്നുമല്ല. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്തിച്ഛിക്കേണ്ടു. എങ്കിലും എനിക്ക് ഒരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ലൂക്കോസ് വിശേഷം 12-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയാണ്, എനിക്ക് ഒരു സ്നാനം ഏൽക്കാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. യേശു കർത്താവ് ഒരു സ്നാനത്തെക്കുറിച്ച് പറയുകയാണ്. തനിക്ക് ഏൽക്കാനുള്ള ഒരു സ്നാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുകയാണ്. അതൊരു തീയെക്കുറിച്ചാണ് പറയുന്നത്. സക്കറിയ പ്രവചനം 12-ാം അധ്യായത്തിൽ പറയുന്നത്, തീ കൊണ്ട് യെരുശലേമിനെ നശിപ്പിക്കും, തീ കൊണ്ട് തന്നെ അതിനെ പുതുക്കി പണിയും. തീയുമായിട്ട് ബന്ധപ്പെട്ടാണ് അഗ്നിയുടെ സ്നാനം, തീയുടെ സ്നാനം. യേശു പറയാണ്, അപ്പൊ യേശു ആണ് ഈ തീ കത്തിക്കുന്നവൻ, യേശുവാണ് ആ തീയിൽ സ്നാനപ്പെടുന്നത്. അപ്പം ആ സ്നാനം നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള സ്നാനമാണ്. മർക്കോസ് വിശേഷം 10-ാം അധ്യായത്തിലും ഒരു വാക്യമുണ്ട്. മർക്കോസ് വിശേഷം 10-ാം അധ്യായം 38-ാമത്തെ വാക്യം. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയുമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. ഇത് ആ ചോദ്യത്തിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. യേശു അവരോട് ചോദിക്കുകയാണ്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ? ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾക്ക് ഏൽക്കാൻ കഴിയുമോ? അവർ പറഞ്ഞു കഴിയും. അപ്പോൾ യേശു പറയാൻ, ശരിയാണ്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കുകയും ചെയ്യും. അപ്പൊ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? യേശു കർത്താവിന്റെ സ്നാനം, യേശു കർത്താവിന്റെ സ്നാനം, എനിക്കൊരു സ്നാനം ഏൽക്കാനുണ്ട്. തന്റെ കുരിശിലെ മരണത്തെക്കുറിച്ച് യേശു കർത്താവ് പറയണം, എനിക്കൊരു സ്നാനം ഏൽക്കാനുണ്ട്. അത് ഭൂമിക്ക് മുഴുവൻ അനുഗ്രഹമായിട്ട് ആണ് ഭൂമിയിൽ തീയിടുക എന്ന് പറഞ്ഞാൽ, ആ ഭൂമിയെ കത്തിച്ച് കളയാൻ നശിപ്പിക്കാന്നല്ല. ഭൂമിയിൽ തീയിടാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭൂമിയെ നശിപ്പിക്കാനാണെങ്കിൽ കർത്താവ് ഒരിക്കലും അത് കത്തണമെന്ന് ആഗ്രഹിക്കത്തില്ല. ഇവിടെയാണ് നമ്മൾക്ക് വലിയൊരു തിരിച്ചറിവ്. ഇപ്പൊ ഇതാണ് നമ്മുടെ വിശ്വാസ പ്രമാണം ക്ലോസ് ചെയ്യുമ്പോൾ പറയുന്നത്. അല്ലാതെ ജസ്റ്റ് ഞങ്ങൾ ഒരു സ്നാനത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഓരോരുത്തരും ഓരോ സ്നാനം നടത്തുകയല്ല. അതുകൊണ്ടാണ് പാപമോചനത്തിനുള്ള മാമോദിസ ഒന്ന് മാത്രം എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നമ്മുടെ മലയാളത്തിൽ പറയുമ്പോൾ ഞങ്ങൾ ഏറ്റുപറയുന്നു. പാപമോചനത്തിനുള്ള മാമോദിസ ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇപ്പൊ ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ മാമോദിസ, സിറിയൻ ഓർത്തഡോക്സുകാരുടെ മാമോദിസ, കോപ്റ്റിക് ഓർത്തഡോക്സുകാരുടെ മാമോദിസ, റഷ്യൻ ഓർത്തഡോക്സുകാരുടെ മാമോദിസ, കത്തോലിക്ക തിരുസഭയുടെ മാമോദിസ, എല്ലാ റിച്വൽസ് വ്യത്യാസമാണ്.
പ്രയർ വ്യത്യാസമുണ്ട്, പാട്ട് വ്യത്യാസമുണ്ട്, അതിൻ്റെ ചടങ്ങുകൾ, അതിൻ്റെ ആചരണ രീതി, അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം വ്യത്യാസമുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ ഏറ്റുപറയുന്നു, ഒറ്റ മാമോദീസയാണ്, പാപമോചനത്തിനുള്ള ഏക മാമോദീസ. പാപമോചനത്തിനുള്ള ഏക മാമോദീസ ആരാണ് ഏറ്റത്? അതാണ് മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു പറയുന്നത്, ഞാൻ ഏൽക്കുന്ന സ്നാനം. അപ്പൊ മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിന് വേണ്ടിയുള്ള ഏക മാമോദീസ യേശു കർത്താവാണ് ഏറ്റത്. മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിനായിട്ടുള്ള ഏക മാമോദീസ യേശു കർത്താവാണ് ഏറ്റത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഏക മാമോദീസ വരുന്നത്? ഒരുപാട് മാമോദീസ ഉണ്ട്. ഇപ്പൊ എന്റെ മാമോദീസ ഉണ്ട്, നിങ്ങളുടെ മാമോദീസ ഉണ്ട്, നമ്മുടെ അനിയന്റെ മാമോദീസ ഉണ്ട്. എത്രയോ നാളുകളായിട്ട് എത്രയോ മാമോദീസ പള്ളികളിൽ നടക്കുന്നു. പിന്നെ ഏതെല്ലാം പള്ളികളിൽ മാമോദീസ നടക്കുന്നു? പാപമോചനത്തിനുള്ള ഏക മാമോദീസ. ഇപ്പൊ മർക്കോസ് സുവിശേഷം അവിടെ വളരെ വ്യക്തമായിട്ട് യേശു കർത്താവ് പറയുകയാണ്, ഞാൻ ഏൽക്കുന്ന സ്നാനം തന്നെയാണ് നിങ്ങൾ ഏൽക്കുന്നത്. നിങ്ങൾ മറ്റൊരു സ്നാനമല്ല ഏൽക്കുന്നത്. ഞാൻ കുടിക്കുന്ന പാനപാത്രം തന്നെയാണ് നിങ്ങൾ കുടിക്കുന്നത്, നിങ്ങൾ മറ്റൊന്നല്ല കുടിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിലുള്ള ആ പങ്കാളിത്തത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. അതാണ് നമ്മൾ വലിയൊരു തിരിച്ചറിവിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ്. ലൂക്കോസ് സുവിശേഷം 12:50 നമ്മൾ വായിക്കുന്നത്, എങ്കിലും എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിയുവോളം. അവിടെ എഴുതിയിരിക്കുന്ന ഗ്രീക്ക് വാക്കിൽ വളരെ പ്രത്യേകതയുണ്ട്. അത് കഴിയുവോളം, ടെലിയോ, അത് കഴിയുവോളം. അത് കഴിയുവോളം ഞാൻ എത്ര ഞരങ്ങുന്നു. അവിടെ ആ സെയിം റൂട്ട് വാക്കാണ് ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് യേശു കർത്താവ് പറയുന്നത്. ടെട്ടലസ്റ്റായി എന്ന് പറയുന്നത് സകലവും നിവൃത്തിയായി. അതായത് അത് പൂർത്തീകരിക്കുവോളം എനിക്കൊരു സ്നാനമേൽക്കാനുണ്ട്, അത് പൂർത്തീകരിക്കുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ആ സെയിം വാക്ക് കുരിശിൽ യേശു പറയാണ്, പൂർത്തീകരിച്ചിരിക്കുന്നു. താൻ എന്തിനു വേണ്ടി ഞരങ്ങിയോ, എന്തിനു വേണ്ടി ഞെരുങ്ങിയോ, എന്തിനു വേണ്ടി പ്രയാസപ്പെട്ടോ, അത് പൂർത്തീകരിച്ചിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 12 അതിന്റെ 50-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ആ സ്നാനത്തിന്റെ പൂർത്തീകരണമാണ് കുരിശിൽ നടന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏക മാമോദീസ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന്. ഒരു മാമോദീസ മാത്രമേ ഉള്ളൂ. അപ്പൊ യേശു കർത്താവിന്റെ മാമോദീസയാണ്. യേശു കർത്താവിന്റെ മാമോദീസയിലേക്ക് നമ്മൾ യോജിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ ഇതേക്കുറിച്ച് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്. ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്. അപ്പൊ ഒരൊറ്റ സ്നാനമേ ഉള്ളൂ. അപ്പൊ ഒറിജിനലി യഥാർത്ഥത്തിൽ ആ സ്നാനം നടന്നത് എവിടെയാണ്? യഥാർത്ഥത്തിൽ ആ സ്നാനം നടന്നത് ഗോകുൽഥായിൽ കർത്താവ് സ്നാനപ്പെടുക. ആ സ്നാനത്തോടാണ് നമ്മൾ ഏകീഭവിക്കുന്നത്. ആ സ്നാനമാണ് നമ്മൾ ഏൽക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സ് ഇല്ല. കുലം, ഗോത്രം, വർഗം, വർണ്ണം, പ്രായം, ജാതി, ലിംഗവ്യത്യാസങ്ങൾ, ഒരു വ്യത്യാസവുമില്ല. റിച്വൽസിന്റെ വ്യത്യാസങ്ങൾ. അതുകൊണ്ട് യാതൊരു വ്യത്യാസവുമില്ലാതെ പാപമോചനത്തിനുള്ള
ഏക മാമോദീസായെ ഞങ്ങൾ തിരിച്ചറിയുന്നു. മനുഷ്യവർഗത്തിന് വേണ്ടിയും ക്രിസ്തു ഏറ്റ ഏക മാമോദീസയെ ഞങ്ങൾ തിരിച്ചറിയുന്നു. അതാണ് പാപമോചനത്തിനുള്ള മാമോദീസ. അപ്പം നമ്മളല്ലാതെ ഈ ഓരോരുത്തരും ചെന്ന് മാമോദീസ സ്വീകരിക്കുമ്പോൾ ആ മാമോദീസ നിമിത്തം ആ ആളുടെ പാപം മാറുന്നു എന്നല്ല. ഇതാണ് ഒത്തിരി ആളുകൾ ഈ വിമർശിക്കുന്നത്. പാപമോചനത്തിന് മാമോദീസ. അപ്പൊ പാപമോചനത്തിന് വേണ്ടിയാണോ മാമോദീസ സ്വീകരിക്കുന്നത് ഇങ്ങനെ ചോദിക്കുന്നു. പലർക്കും ഉത്തരവില്ലേ. പാപമോചനത്തിന് വേണ്ടിയാണോ മാമോദീസ സ്വീകരിക്കുന്നത്? മാമോദീസ കൊണ്ട് എങ്ങനെയാണ് പാപം മോചിക്കുന്നത്? അപ്പം സ്നാനം എന്തിനാണ്? ഒത്തിരി ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഒരുപാട് ആളുകൾ എന്തിനാണ് സ്നാനം? പക്ഷെ വിശ്വാസ പ്രമാണ അർത്ഥശങ്കയ്ക്കിടയില്ല പറയുന്നു, പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. വി അക്നോളജ് ദാറ്റ് വൺ ബാപ്റ്റിസം ഫോർ ദ റെമിഷൻ ഓഫ് സിൻസ്. ഇതാണ് വിശ്വാസ പ്രമാണം. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം. അപ്പോൾ അതിലിടറിയച്ച് സ്നാനം കൊണ്ട് മാമോദീസ കൊണ്ട് പാപം മോചിക്കുകയല്ല, പക്ഷെ എങ്കിലും ഞങ്ങൾ വേറെ സ്നാനപ്പെടും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പല പല പാരലൽ സ്നാനങ്ങൾ നടത്തുകയാണ് റിബലായിട്ട്. പക്ഷെ ചർച്ചിന്റെ വിശ്വാസ പ്രമാണത്തിൽ, സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ പറയാണ് പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം. അത് ഞങ്ങൾ ഏറ്റുപറയുന്നു. മറ്റതൊക്കെ വിശ്വസിക്കുകയാണ്, പക്ഷെ ഇത് ഞങ്ങൾ എന്ത് ചെയ്യാണ്? തിരിച്ചറിയുകയാണ്. ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമാണ്, ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, ഇത് ഞങ്ങളുടെ വലിയൊരു കൺതുറക്കലാണ് ആ തുറവിയിലേക്ക്. അതാണ് വിശ്വാസ പ്രമാണത്തിൽ പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം. അത് ഞങ്ങൾ ഏറ്റുപറയും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ അപ്പോസ്തോലിക സഭയിലെ അംഗങ്ങൾക്കും അഭിമാനത്തോടെ പറയാൻ കഴിയും, ഇത്ര ശുദ്ധമായ വിശ്വാസം, ഇത്ര കറയില്ലാത്ത വിശ്വാസം മറ്റൊരു സഭാവിഭാഗത്തിൽപ്പെട്ടവർക്ക് നേരെ നിൽക്കുവാൻ കഴിയാത്ത അത്ര ശക്തമായ ദൈവശാസ്ത്ര അടിത്തറയുള്ള വിശ്വാസ പ്രമാണം. അവരുടെ തെറ്റായ വികലമായ ധാരണകളിൽ നിന്നാണ് വിമർശനങ്ങൾ ഉണ്ടായത്. ഒരു പാപമോചനത്തിനുള്ള മാമോദീസ എന്ന് പറഞ്ഞാൽ അവര് മനസ്സിലാക്കിയത് ഇവിടെ നടത്തുന്ന ഈ മാമോദീസ കൊണ്ട് ആരുടെയോ പാപം അയക്കുന്നുണ്ടെന്നോ ആരുടെയോ പാപം മാറ്റുന്നു, അങ്ങനത്തെ ചിന്തയാണ്. അപ്പം the very act of this baptism that has no power to remove our sins, forgive our sins. കാരണം ഭൂമിയിൽ പാപമോചനത്തിന് വേണ്ടിയുള്ള ഒരു മാമോദീസയേ ഉള്ളൂ. അതാണ് നമ്മുടെ ഏറ്റുപറച്ചിൽ, അതാണ് നമ്മുടെ തിരിച്ചറിവ്, അതിലേക്കാണ് നമ്മുടെ കണ്ണ് തുറക്കുന്നത്. അപ്പൊ അതെവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ അതിന്റെ രണ്ടാമത്തെ ലേഖനം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14-ാം വാക്യം, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, എല്ലാവരും മരിച്ചു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ഓൾ ഹ്യൂമൻ റേസ്, മുഴുവൻ മനുഷ്യവർഗവും മരിച്ചു. എപ്പോൾ മരിച്ചു? യേശു മരിച്ചപ്പോൾ. യേശുവിനോട് കൂടെ ആര് മരിച്ചു? മുഴുവൻ മനുഷ്യവർഗവും മരിച്ചു. എല്ലാവരും മരിച്ചു. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചപ്പോൾ
എല്ലാവരും മരിച്ചു. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചപ്പോൾ എല്ലാവരും മരിച്ചു. അതെങ്ങനെ എല്ലാവരും മരിച്ചു? വിശദീകരണങ്ങളുണ്ട്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ തുടങ്ങും ഇങ്ങനെ: ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ മൽക്കീസദേക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും ശാലേം രാജാവെന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവെന്നും അർത്ഥം. ലേവി പുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. ഇത് അബ്രഹാമിന്റെ കടിപ്രദേശത്തു നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോടാകുന്നു വാങ്ങുന്നത്. എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുമിരിക്കുന്നു. ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം. അവന്റെ പിതാവിനെ മൽക്കീസദേക്ക് എതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നുവല്ലോ. വളരെ വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുകയാണ്, അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തപ്പോൾ വേദപുസ്തകം പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കറുത്ത പുസ്തകം, അങ്ങനെ അഭിപ്രായം എനിക്കില്ല. അപ്പൊ ഈ കറുത്ത പുസ്തകം പറയുന്നു, അബ്രഹാം ദശാംശം കൊടുത്തപ്പോൾ ലേവിയും ദശാംശം കൊടുത്തു. അപ്പൊ അബ്രഹാം ദശാംശം കൊടുത്തപ്പോൾ അബ്രഹാമിൽ ആര് ഇൻക്ലൂഡഡ് ആയിരുന്നു? ലേവി ഇൻക്ലൂഡഡ് ആയിരുന്നു. ലേവി വാസ് ഇൻ ഏബ്രഹാം. ലേവി വാസ് ഇൻ ഏബ്രഹാം. അപ്പൊ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ മകനാണ് ലേവി. 4-ാമത്തെ തലമുറയിൽ വരുന്ന ഒരാള് അബ്രഹാമിൽ ഉണ്ടായിരുന്നു. അതുപോലെ പൗലൂസ്ലിയ പറയാണ്, ക്രിസ്തു മരിച്ചപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ആര് മരിച്ചു? എല്ലാവരും മരിച്ചു. ക്രിസ്തു മരിച്ചപ്പോൾ ക്രിസ്തുവിനോടുകൂടെ മുഴു മനുഷ്യവർഗവും മരിച്ചു. നിങ്ങൾ ശരിയായ വിധത്തിൽ ചിന്തിക്കുക. ഇപ്പൊ നേരെ പ്ലേറ്റ് മറിയാൻ പോവാ. കാരണം അപ്പോസ്തോലിക സഭകളെ കർമാചാരത്തിന്റെ സഭകൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരുണ്ട്. അതായത് അവർ ഈ മാമോദിസ നടത്തുന്ന കർമ്മത്തിലൂടെ രക്ഷ കൊടുക്കുന്നു എന്നൊക്കെയാണ്. അപ്പൊ ആ കൂദാശിയുടെ അർത്ഥം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നാൽ ഞങ്ങളെ നോക്കുക, ഞങ്ങൾ അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങളുടെ സ്നാനം അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇപ്പൊ ആരുടെ സ്നാനമാണ് ശരിയെന്ന് ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. വേദപുസ്തകം പറയുന്നു, യേശു മരിച്ചപ്പോൾ യേശുവിനോട് കൂടെ മുഴു മനുഷ്യവർഗവും മരിച്ചു. നിങ്ങൾ ആ കൊരിന്ത്യർ ലേഖനം എടുക്കുക, 2 കൊരിന്ത്യർ 5-ാം അധ്യായം. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. അപ്പോൾ എല്ലാവരും എന്ന വാക്ക് നിങ്ങൾ എടുക്കുക. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. ഇനി അടുത്ത ചോദ്യം, യേശു ആർക്കൊക്കെ വേണ്ടിയാണ് മരിച്ചത്? യേശു ആർക്കൊക്കെ വേണ്ടി മരിച്ചോ അവരെയാണ് ഈ എല്ലാവരും എന്ന സംജ്ഞ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആർക്കൊക്കെ വേണ്ടി മരിച്ചോ അവരെ എല്ലാവരും എന്ന് വിളിക്കുന്നു. അപ്പൊ ആർക്കൊക്കെ വേണ്ടിയാണോ മരിച്ചത് ആ എല്ലാവരും മരിച്ചു. എപ്പോൾ മരിച്ചു? യേശു കുരിശിൽ മരിച്ചപ്പോൾ മരിച്ചു. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. എപ്പോൾ മരിച്ചു? യേശു കുരിശിൽ മരിച്ചപ്പോൾ മരിച്ചു. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും യേശു കർത്താവ് ഉയർത്തപ്പോൾ അവരോടുകൂടെ എല്ലാവരും ഉയർത്തു എന്നും ഞങ്ങൾ ഗ്രഹിക്കുന്നു. ഇതാണ് പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രം എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. വി അക്നോളേജ്. ഞങ്ങൾ തിരിച്ചറിയുന്നു.
അതെന്ന് സംഭവിച്ചു? അത് 2000 വർഷം മുമ്പ് സംഭവിച്ചു. അത് 2000 വർഷം മുമ്പ് സംഭവിച്ചു. അല്ലാതെ ഓരോ പ്രാവശ്യവും സംഭവിക്കല്ല. അപ്പൊ 2000 വർഷം മുമ്പ് ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ മുഴു മനുഷ്യവർഗവും മരിച്ചു എന്നുള്ള തിരിച്ചറിവിലേക്ക് കൺതുറക്കുകയാണ്. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് പാപമോചനത്തിനുള്ള മാമോദിസ ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ ഓമോലോഗിയോ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. വൺ ബാപ്റ്റിസം. You are included. You are included in that baptism. അതുകൊണ്ട് ആ ബാപ്റ്റിസം ആരുടെ വിശ്വാസപ്രകാരമാണ് സംഭവിച്ചത്? ആ ബാപ്റ്റിസം ആരുടെ വിശ്വാസപ്രകാരമാണ് സംഭവിച്ചത്? ആ ബാപ്റ്റിസം സംഭവിച്ചതാണ് യേശുവിന്റെ വിശ്വാസപ്രകാരം. യേശുവിന്റെ വിശ്വാസപ്രകാരമാണ് ആ ബാപ്റ്റിസം സംഭവിച്ചത്. അതുകൊണ്ടാണ് യേശു കർത്താവിനെ വിശ്വാസത്തിന്റെ നായകൻ എന്ന് വിളിക്കുന്നത്. വിശ്വാസത്തിന്റെ നായകൻ. മുഴു മനുഷ്യവർഗത്തിന്റെയും പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ഏക മാമോദിസ ഏറ്റത് ആരാണ്? യേശു കർത്താവാണ്. മുഴു മനുഷ്യവർഗത്തിന്റെയും പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ഏക മാമോദിസ യേശു കർത്താവ് ഏറ്റു. ആ മാമോദിസായുടെ ആ കറുത്ത വെള്ളത്തിലേക്ക് അവൻ താഴ്ന്നുപോയി. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ ആ വെള്ളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. മരണത്തിന്റെ വെള്ളത്തിലേക്ക് മാമോദിസ അവൻ മുങ്ങുകയാണ്. മരണത്തിന്റെ വെള്ളത്തിലേക്ക്. അവിടുന്ന് അവൻ ഉയർത്തെഴുന്നേക്കുക. പിതാവും പരിശുദ്ധാത്മാവും ചേർന്ന് അവനെ ആ വെള്ളത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരിക. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ട്രിനിറ്റി. അതാണ് നമ്മൾ യോർദാനിൽ അതിന്റെ നിഴലാണ് കാണുന്നത്. യോർദാനിൽ അവൻ സ്നാനമേൽക്കാൻ ഇറങ്ങി നിൽക്കുമ്പോൾ ഫാദർ പറയുന്നു, പിതാവ് പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ. പരിശുദ്ധ റൂഹ പ്രാവ് എന്ന പോലെ ദേഹരൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി ആവസിക്കുന്നു. ട്രിനിറ്റിയുടെ സംഗമമാണ്, ട്രിനിറ്റിയുടെ പ്രഖ്യാപനമാണ്. മനുഷ്യവർഗത്തെ എംപ്രൈസ് ചെയ്യാണ്. ട്രിനിറ്റി മനുഷ്യവർഗത്തെ ആലിംഗനം ചെയ്യുന്നു. അപ്പൊ ഹോളി ട്രിനിറ്റി മനുഷ്യവർഗത്തെ ആലിംഗനം ചെയ്യുകയാണ്. പരിശുദ്ധ തൃത്വം മനുഷ്യരാശിയെ പുണരുകയാണ്. ആ യോർദാനിൽ സംഭവിച്ചത്. അതേപോലെ മുഴു മനുഷ്യവർഗത്തിന് വേണ്ടിയാണ് യേശു കർത്താവ് വെള്ളത്തിൽ നിൽക്കുന്നത്. സഭ ദനഹ പെരുന്നാളിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പൊ ഈ മുഴു മനുഷ്യവർഗത്തിന് വേണ്ടിയുമാണ് സ്നാനം. അതുകൊണ്ടാണ് നമ്മൾ ആ പെരുന്നാൾ അത്രയും മാത്രം ഘോഷിക്കുന്നത്. കർത്താവിന്റെ ദനഹ പെരുന്നാൾ ഘോഷിക്കുന്നതിന്റെ കാരണം അതാണ്. ദാറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ പേഴ്സണൽ. അതൊരിക്കലും വ്യക്തിപരമായ ഒരു സ്നാപനമായിരുന്നില്ല. വ്യക്തിപരമായ സ്നാപനം. ദൈവമെന്ന്, വിശ്വാസമെന്ന്, കർത്താവ് ഒരുവൻ, ശരീരമെന്ന്, സ്നാനമെന്ന്, ഏക മാമോദിസ. അപ്പൊ ആ ഏക മാമോദിസയിലേക്ക് കർത്താവ് ഇറങ്ങിപ്പോകുമ്പോ പരിശുദ്ധാത്മാവും പിതാവും ഒരുമിച്ച് ചേർന്ന് ആ പുത്രനെ ഉയർത്തി കൊണ്ടുവരും. ട്രിനിറ്റി. അങ്ങനെയാണ് നമ്മുടെ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം നടത്തുന്നത്. എന്നാൽ ഇതിന് വിപരീതമായ ഒരു പ്രബോധനമുണ്ട്, ഒരു അധ്യാപനം നിലവിലുണ്ട് നമ്മുടെ ആളുകളുടെ ഇടയിൽ. ആ അധ്യാപനമാണ് അപകടകരമായ, വികലമായ അധ്യാപനം. അതെന്താണെന്ന് ശ്രദ്ധിച്ചോണം. അതായത് ഓരോരുത്തരും ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം. ഓരോരുത്തരും. അപ്പൊ ഓരോരുത്തരും ചെന്നിട്ട് സ്നാനപ്പെടുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു?
അവൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെടും. ഓരോരുത്തരും സ്നാനപ്പെടുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്, അങ്ങനെ പ്രചരിപ്പിക്കുന്നവരുണ്ട്, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. എബ്രായ ലേഖനം 9-ാം വാക്യത്തിൽ മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ യുഗാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ മാത്രമായി പ്രത്യക്ഷനായി. അപ്പൊ ഒരിക്കൽ പ്രത്യക്ഷനായി. അല്ലാതെ ക്രിസ്തുവിനോട് ചേർന്ന് ഇനി ആർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മരിക്കാനോ അടക്കപ്പെടാനോ ഉയർക്കാനോ സാധിക്കത്തില്ല. കാരണം അത് ഒരിക്കലായി സംഭവിച്ചു. ഒരിക്കൽ മാത്രം. വളരെ വ്യക്തമായി തിരുവെഴുത്ത് പറയാണ്, ഇറ്റ് കനോട്ട് ബി റിപ്പീറ്റഡ്. അപ്പൊ എത്രമാത്രം വികലമായ പ്രബോധനമാണെന്ന് ഓർക്കണം. അതായത് നമ്മൾ ഒരാളെ സ്നാനപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അയാൾ ക്രിസ്തുവിനോടുകൂടെ മരിക്കാൻ പോവാന്നു, അടക്കപ്പെടാൻ ഇതാ മരിക്കാൻ പോണു, ഇപ്പോൾ മരിക്കും, ഇതാ മരിക്കുന്നു, മരിക്കാൻ പോകുന്നു, മരിക്കുന്നു. അപ്പൊ പ്രാർത്ഥനകൾ നീളുന്നു, ഡ്രം അടിക്കുന്നു, നമ്മൾ സ്തോത്രം ചെയ്യുന്നു, ദാ ഇപ്പോൾ മരിക്കും, ഇപ്പൊ മരിക്കും, ദാ മരിക്കും. പെട്ടെന്ന് പാസ്റ്ററെ അതാ മരിച്ചു. അപ്പൊ ആ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. അപ്പൊ പിന്നെയും ക്രിസ്തു മരിച്ചു. അപ്പൊ ഓരോ പ്രാവശ്യവും അങ്ങനെ ആയാൽ ലോകാരംഭം മുതൽ അവൻ പലപ്പോഴും എന്ത് ചെയ്യണം? മരിക്കണം. പക്ഷെ അതില്ല, ഒരിക്കൽ മാത്രം ക്രിസ്തു മരിച്ചു. ആ ക്രിസ്തു മരിച്ചുകൂടെ മുഴുവൻ മനുഷ്യവർഗവും മരിച്ചു. ഇത് അർത്ഥശങ്കക്കിടയില്ലാതെ അസന്നിഗ്ധമായി തിരുവെഴുത്തുകൾ വ്യക്തമാക്കുന്ന സത്യമാണ്. ഈ തിരുവെഴുത്തുകളിലുള്ള ഈ സത്യത്തിനാണ് വിശ്വാസ പ്രമാണം സാക്ഷ്യം പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഹോമോലോഗിയോ വൺ ബാപ്റ്റിസം, ഞങ്ങൾ പാപമോചനത്തിനുള്ള ഏക മാമോദിസ എന്ന് ഏറ്റുപറയുന്നു. So all happened. ഇത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ അപ്രത്യക്ഷമായ ആ രക്ഷയുടെ പ്രത്യക്ഷമായ അടയാളമാണ് മാമോദിസ. അതുകൊണ്ടാണ് എല്ലാ അർത്ഥത്തിലും സഭ ശിശുക്കൾക്ക് മാമോദിസ കൊടുക്കുന്നത്. കാരണം അത് ന്യായവും യുക്തവുമാകുന്നു. ഇനി പ്രത്യേകിച്ച് ഒരാള് ഇങ്ങനെ കാത്തിരുന്ന് വളർന്ന് മുതിർന്ന് പ്രാർത്ഥിച്ച് അവൻ ഏറ്റുപറഞ്ഞ് അവൻ പ്രത്യേകിച്ച് കർത്താവിനെ ഒന്നുകൂടെ മരിപ്പിക്കേണ്ട ആവശ്യമില്ല. It's all happened. It's a done deal. അതാണ് ടെറ്റലസ്റ്റായി, സംഭവിച്ചു കഴിഞ്ഞു, നിവൃത്തിയായി. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരു മാമോദിസ ഏൽക്കാനുണ്ട്, അത് പൂർത്തിയാകും വരെ ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഇതാ കുരിശിൽ അത് പൂർത്തിയായി, അവിടുന്ന് അരുളി ചെയ്തു, പൂർത്തിയായിരിക്കുന്നു. അപ്പൊ ആ പൂർത്തീകരിക്കപ്പെട്ട പ്രക്രിയയിലേക്ക് യോജിക്കുക. ഞാൻ ഏൽക്കുന്ന മാമോദിസ നിങ്ങൾ കേൾക്കുവാനും ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുവാനും കഴിയുമോ? സബദിപുത്രന്മാർ പറഞ്ഞു, ഞങ്ങൾ ഏൽക്കാം കർത്താവെ, ഞങ്ങൾ കുടിക്കാം. കർത്താവരെ നോക്കി, നിങ്ങൾ നിശ്ചയമായും അത് ഏൽക്കും, നിങ്ങൾ നിശ്ചയമായും അത് കുടിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. കർത്താവ് ഏൽക്കുന്ന മാമോദിസായുടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. കർത്താവ് കുടിച്ച പാനപാത്രം കയ്പിന്റെ പാനപാത്രമായിരുന്നു. പക്ഷെ നമുക്ക് ഓഫർ ചെയ്യുന്ന പാനപാത്രം അനുഗ്രഹത്തിന്റെ പാനപാത്രമാണ്, ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ്സ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്നത്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ രക്തത്തിൻ കൂട്ടായ്മയല്ലയോ? കപ്പ് ഓഫ് ബ്ലെസ്സിങ്സ്, കപ്പ് ഓഫ് ബ്ലെസ്സിങ്സ്, കപ്പ് ഓഫ് ബ്ലെസ്സിങ്സ്, അനുഗ്രഹത്തിന്റെ പാനപാത്രം. അതാണ് സബദിപുത്രൻ, നിങ്ങൾ കുടിക്കും. പക്ഷെ കർത്താവ് കുടിച്ച അങ്ങനെയല്ല. കർത്താവ് കയ്പ് നീര് കുടിച്ചെങ്കിൽ നമുക്ക് അനുഗ്രഹത്തിന്റെ പാനപാത്രം തന്നിരിക്കും. യഥാർത്ഥ സ്നാനത്തിലേക്ക് ആരാണ് പോയത്? കർത്താവാണ് പോയത്. യഥാർത്ഥത്തിലുള്ള ആ സ്നാനം മരണത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക്
അതാണ് മരണപാശങ്ങൾ എന്നെ പിടിച്ചു, പാതാള ഗർത്തങ്ങളിലൂടെ ഊളിയിട്ടു. എന്നാൽ ആ മരണപാശങ്ങൾ പിടിച്ചപ്പോഴും പാതാള ഗർത്തങ്ങളിൽ ഊഴിയിട്ടപ്പോഴും ആ മരണത്തിന്റെ ഇരുണ്ട വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ചേർന്ന് മനുഷ്യവർഗത്തിന്റെ സാക്ഷാൽ സ്വരൂപത്തെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ മുഴുവൻ മനുഷ്യവർഗവും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. അതാണ് പറയുന്നത്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. അത് വി അക്നോളജ്. അതാണ് ക്രീഡ്. അതാണ് ക്രീഡ്. ഞങ്ങൾ ആ തിരിച്ചറിയുന്നു, ഞങ്ങളത് ഏറ്റുപറയുന്നു. ഈ പാപമോചനത്തിനുള്ള മാമോദിസ ഒന്ന് മാത്രം, ഞങ്ങളത് ഏറ്റുപറയുന്നു, ഞങ്ങൾ അതിനോട് യോജിക്കുന്നു. അവിടെ വിശ്വാസമല്ല. നിങ്ങൾ നോക്ക്, പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധ സഭയിൽ വിശ്വസിക്കുന്നു. പക്ഷേ പാപമോചനത്തിലുള്ള മാമോദിസ വിശ്വസിക്കുകയല്ല. പാപമോചനത്തിലുള്ള മാമോദിസ ഒന്നെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. We acknowledge, we accept it, we embrace it, we take part in it. ഞങ്ങൾ അതിലേക്ക് യോജിക്കുന്നു. എത്ര അനുഗ്രഹീതം, എത്ര ധന്യം. അപ്പൊ ഈ തിരിച്ചറിവ്, ഇതാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ നിരന്തരമായിട്ട് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാപമോചനത്തിനുള്ള മാമോദിസ ഒന്ന് മാത്രം എന്ന് ഞങ്ങൾ ഏറ്റുപറയും. പാപമോചനത്തിനുള്ള മാമോദിസ ഒന്ന് മാത്രം എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അപ്പൊ അവിടെ നമ്മൾ വായിക്കുന്നത്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു, അതുകൊണ്ട് ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചവനായിട്ട് ജീവിക്കേണ്ടതിന് വേണ്ടി തന്നെ അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. അതാണ് ഏറ്റവും വിപ്ലവകരമായ പ്രസ്താവന. ജഡപ്രകാരമുള്ള അറിവ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ആളുകൾ ക്ലാസിഫൈഡ് ആണ്, കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അറിവില്ല. ഞങ്ങൾ ഒന്ന് മാത്രമേ കാണുന്നുള്ളൂ, ക്രിസ്തു അവന് വേണ്ടി മരിച്ചു, ക്രിസ്തു അവനിൽ വസിക്കുന്നു. ജഡപ്രകാരമുള്ള നമ്മുടെ പുറമെയുള്ള കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് വേർതിരിക്കാണ് രക്ഷിക്കപ്പെട്ടവൻ, രക്ഷിക്കപ്പെടാത്തവൻ, സ്നാനപ്പെടാത്തവൻ. അപ്പൊ ജഡപ്രകാരമുള്ള അറിവാണ് കാറ്റഗറൈസ് ചെയ്യാണ്, ഇന്ന ജാതിയിൽപ്പെട്ടവൻ, ഇന്ന മതത്തിൽപ്പെട്ടവൻ. അപ്പൊ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാതെ, വേർതിരിവില്ലാതെ ജഡപ്രകാരമുള്ള എല്ലാത്തരം അറിവുകളെയും മാറ്റിവെച്ചിട്ട് ഞങ്ങൾ ആരെയും ജഡപ്രകാരം ഇനി അറിയുന്നില്ല. 17-ാമത്തെ വാക്യത്തിൽ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പൊ ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുന്നതിനാൽ ക്രിസ്തുവിലാണ്. അപ്പൊ ഈ ശിശുവിനെ കാണുമ്പോൾ സഭ ആ ശിശുവിനെ കാണുന്നത് ജഡപ്രകാരമല്ല. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ഈ സഭ ഈ ശിശുവിനെ കാണുന്നത് ജഡപ്രകാരമല്ല. അപ്പൊ ജഡപ്രകാരം കാണുമ്പോഴാണ് എന്റെ പരിമിതികൾ കാണുന്നത്, എന്റെ കുറവുകൾ കാണുന്നത്. ഇപ്പൊ ഡിമാൻഡുകൾ വെക്കുകയാണ്. അപ്പൊ ഈ ജഡപ്രകാരമാകുമ്പോൾ ഈ കുഞ്ഞ് വളരണം, ഈ കുഞ്ഞ് വിശ്വസിച്ചിട്ട്, ഈ കുഞ്ഞ് ഏറ്റു പറഞ്ഞിട്ട്, ഈ കുഞ്ഞ് കാറ്റഗിസം പഠിച്ചിട്ടല്ല, ജഡപ്രകാരം കാണുന്നില്ല. അവൻ പുതിയ സൃഷ്ടിയാണ്. ഇതിന് ആരാണ് കാരണഭൂതൻ? നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ നോക്കുക, അവിടെ എഴുതിയിരിക്കുകയാണ്, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഞാനല്ല, നീയല്ല, ഒരു പുരോഹിതനല്ല, സഭയല്ല, ഒന്നുമല്ല, ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിക്കും. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അല്ല, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണോ? അങ്ങനെയുമല്ല, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിങ്ങൾ നോക്ക്, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന
അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. അടുത്തത്, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. സോ വി ബാപ്റ്റൈസ് അവർ ഇൻഫൻസ്. ഈ ശുശ്രൂഷ ആർക്കാണ്? ഈ ശുശ്രൂഷ ഞങ്ങൾക്ക്. സോ വി ഹാവ് ഓൾ റൈറ്റ് ടു ബാപ്റ്റൈസ് അവർ ഇൻഫൻസ്. അതുകൊണ്ടാണ് ഞങ്ങൾ ശിശുക്കളെ മാമോദിസ മുക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുകയാണ്. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ വരമേൽപ്പിച്ചുമിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെ ആകുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. എപ്പോഴാണ് ക്രിസ്തു പാപമായി മാറിയത്? പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി ദൈവം പാപം ആക്കി. എപ്പോൾ അവൻ മനുഷ്യനായി രൂപപ്പെട്ടുവോ, എപ്പോൾ അവൻ മനുഷ്യനായി പിറന്നുവോ, അപ്പോൾ അവൻ പാപമായി മാറി. നമ്മോട് ഐഡന്റിഫൈ ചെയ്തു. നമ്മുടെ ഫോളൻ നേച്ചറിനോട് ഐഡന്റിഫൈ ചെയ്തു. നമ്മുടെ വീണുപോയ അവസ്ഥയിലേക്ക്, ആദമിന്റെ സ്കിന്നിലേക്ക് അവൻ ഇറങ്ങി വന്നു. ആദമിന്റെ കണ്ണുകളിലൂടെ അവൻ കണ്ടു. ആദമിന്റെ കാതുകളിലൂടെ അവൻ കേട്ടു. അവൻ അനുസരണയുള്ള കുഞ്ഞാടിനെ പോലെ യോർദാനിലേക്ക് ഇറങ്ങിച്ചെന്നു. മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും പ്രതിനിധിയായി ആ വെള്ളത്തിൽ അവൻ നിൽക്കുമ്പോൾ പിതാവ് അവനെ ടെസ്റ്റിഫൈ ചെയ്തു, ഇവൻ എന്റെ പ്രിയപുത്രൻ. പരിശുദ്ധ റൂഹ അവന്റെ മേൽ പൊരുന്നി ആവസിച്ചു. ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ ഇറങ്ങി വന്നു. മനുഷ്യവർഗം ട്രിനിറ്റേറിയൻ ലൈഫിലേക്ക് സ്വീകരിക്കപ്പെട്ടു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് മനുഷ്യവർഗത്തെ ആലിംഗനം ചെയ്തു. 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്കൊടുവിൽ ആ സ്നാനത്തിന്റെ പൂർത്തീകരണം, ഗോകുൽത്തായിൽ ആ സ്നാനത്തിന്റെ പൂർത്തീകരണം നടന്നപ്പോൾ അവൻ പറഞ്ഞു, പൂർത്തിയായിരിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദിസ ഒന്ന് മാത്രം എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. നീ അടുത്ത പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ അവിടെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പാപമോചനത്തിനുള്ള മാമോദിസ ഒന്ന് മാത്രം എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞു. മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കും. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.